കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഹരിതസഭ, അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലെ ഈ മാലിന്യ സംസ്കരണത്തെ പറ്റിയൊക്കെ ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് കമ്മ്യൂണിറ്റി ഹാളിനകത്തേക്ക് കയറാം. അപ്പം അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കൗണ്ടറുണ്ട്. ഇന്ന് ലോക പ്രമേഹ ദിനമാണ്. അപ്പം ഷുഗർ, പ്രഷർ എന്നിവ നമ്മുടെ പുതുപ്പള്ളി ഹെൽത്ത് സെൻ്ററിൻ്റെയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ സൗജന്യ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം പരിശോധന ഫ്രീ ആണ്. ഇതെല്ലാം ഏതായാലും പരിപാടി തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പം പ്രഷറും ഷുഗറും ഒക്കെ നോക്കിയേക്കാം. പുതുപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷറ്, ഷുഗർ അങ്ങനെയുള്ള എല്ലാം ഇപ്പം നിരവധി വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വീടുകളിലും എല്ലാം ഇവർ വന്ന് പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ആശാ വർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഒക്കെ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. നവംബർ 14 ലോക പ്രമേഹ ദിനം. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ പുതുപ്പള്ളി. അപ്പം രാവിലെ 10 തൊട്ട് ഉച്ചവരെയോളാണ് അവരുടെ പരിശോധനകൾ നടക്കുന്നത്. നിരവധി ആൾക്കാർ അവിടെ വന്ന് പരിശോധനകളൊക്കെ ചെയ്യുന്നുണ്ട്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും കൂടെ നടത്തുന്നത് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത് കേട്ടോ. 10 മണി തൊട്ട് 1 മണി വരെ അല്ലേ? 11 മണി സ്ക്രീനിങ്. പ്രഷർ ഒന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അവർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കൂടുതലാണോ? കൂടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, ഭക്ഷണമൊക്കെ കൺട്രോൾ ആക്കണം. രാവിലെ നടക്കാൻ അരമണിക്കൂർ എക്സർസൈസ് ഒക്കെ ചെയ്യണം. നോർമലാണ്. ഹലോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം സമയപരിമിതി മൂലം ചിലപ്പം ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം സ്കൂളിൽ കിട്ടുന്നുണ്ടോ? അവർ കുറേ ചോദ്യങ്ങളെല്ലാം നമ്മുടെ പുതുപ്പള്ളിയിലെ ജനപ്രതിനിധികളോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ അതിൻ്റെ ഉത്തരങ്ങൾ ജനപ്രതിനിധികൾ പറയുന്നുമുണ്ട്. അപ്പം നിങ്ങളിതെല്ലാം തീർച്ചയായിട്ടും മുഴുവനായിട്ടൊന്ന് കേൾക്കണം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. സമൂഹത്തിൽ കുട്ടികളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും അവരുടെ ആവശ്യങ്ങളും ക്ഷേമങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലുടനീളം ആഘോഷിച്ചു വരുന്നതാണ് ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം
വീട്ടിലുമാവട്ടെ മാനവഗദ്യം ജില്ലയിലെല്ലാം സ്നേഹം വിടരട്ടെ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭപരന്നാം സുരഭില സുന്ദര ജീവിത വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം പാതയതാകട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ മനസ്സു നന്നാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജന ജോഷിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ അവസരം തന്നതിന് പഞ്ചായത്ത് അധികൃതർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ വൈഷ്ണവി PS നെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി പത്മ ചന്ദ്രനെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മത്സമ മാണിയെയും 5ാം വാർഡ് മെമ്പർ KM ഫിലിപ്പിനെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹരിത കേരള പദ്ധതിയിൽ പങ്കെടുക്കുവാൻ വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 13ാം വാർഡ് മെമ്പർ ധന്യയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വിജയമാക്കി തീർക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈസ് ചെയർപേഴ്സണായ വൈഷ്ണവി PS നെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് ഹരിതസഭയുടെ ഒരു യോഗം ഇവിടെ നടക്കുകയാണല്ലോ. ഹരിതസഭയിലൂടെ ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കുകയാണ് കുട്ടികളുടെ ഹരിതസഭയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. നാം വലിച്ചെറിയുന്ന മാലിന്യം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധികളാണ്. ഈ മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവേണ്ടതുണ്ട്. യൂസ് ആൻഡ് ത്രോ എന്നതാണ് നമ്മുടെ ശീലം. അത് എവിടേക്ക് എന്ന് നാം ശ്രദ്ധിക്കാറില്ല. ഒരു പക്ഷേ പൊതുവഴിയിലേക്കാകാം, അല്ലെങ്കിൽ വെള്ളത്തിലേക്കാകാം. അതുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാകാം. മാലിന്യങ്ങളെ തരംതിരിച്ച് സംസ്കരിക്കാൻ നാം ശ്രദ്ധിക്കണം. ജൈവം, അജൈവം, പ്ലാസ്റ്റിക്, കരമാലിന്യങ്ങൾ ഇവ പ്രത്യേകമായി തരംതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേവാ അംഗങ്ങൾ ശേഖരിച്ച് റീസൈക്ലിംഗിനായി മാറുന്നു. പ്രവർത്തനം മാതൃകാപരമാണ്. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇങ്ങനെ
ഇക്കാര്യത്തിൽ കുട്ടികളായ നമുക്ക് ചിലതൊക്കെ ചെയ്യാനാകും. നമ്മുടെ വിദ്യാലയത്തിൽ മാലിന്യം മുക്തമാകുന്നത് പോലെ നമ്മുടെ വീടും പരിസരവും പൊതു ഇടങ്ങളും മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന പ്രശ്നമായ കാവ്യവാക്യം വലിയൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നു. ഭൂമി, മണ്ണ്, പരിസ്ഥിതി ഇവ നമ്മുടെ അമ്മയാണ്. നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ഭൂമിയാണ്. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ പങ്ക് ശരിയായ രീതിയിൽ നിർവഹിക്കാം. മറ്റുള്ളവർക്ക് പ്രേരണ നൽകാം. നമുക്ക് മാതൃകയാകാം. ഇന്ന് നവംബർ 14 ശിശുദിനമാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഏവർക്കും ശിശുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഹരിതസഭയുടെ ലക്ഷ്യത്തെയും പ്രാധാന്യത്തെയും പറ്റി മനസ്സിലാക്കി തരുവാൻ വേണ്ടി അനഘയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികളുടെ ഹരിതസഭ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കിടാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. കുട്ടികളെ പരിസ്ഥിതി ബോധം വളർത്താനും അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രകൃതിയിലേക്ക് അടുക്കാനും സഹായിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പരിസ്ഥിതി സംരക്ഷണ ബോധം വളർത്തി പ്രകൃതിയോടുള്ള ചേതന ഉയർത്തുകയാണ് കുട്ടികളുടെ ഹരിതസഭയുടെ ലക്ഷ്യം. അവരെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളിലേക്ക് വഴിനടത്തി പരിസ്ഥിതിയെ അനുകൂലിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇതിന്റെ ഉത്താന ശ്രമം. പ്രാധാന്യം. കുട്ടികളുടെ ഹരിതസഭ കുട്ടികളെ പ്രകൃതിയോടുള്ള അടുപ്പം, പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുന്നു. അടുത്ത തലമുറയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ അവരെ സ്ഥിരമായ ചിന്താഗതിയും ദൃഢമായ പ്രവർത്തനശേഷിയും ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു. നന്ദി. നന്ദി. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം തികഞ്ഞ മെയ്വഴക്കത്തോടെ ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയങ്കരിയായ പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രന് ഏറ്റവും സ്നേഹത്തോടെ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. പുതുപ്പള്ളിയുടെ കോട്ടയം ജില്ലയിൽ പള്ളം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. 8500-ൽ വാസഗൃഹങ്ങളും 28,000 ജനസംഖ്യയുമുള്ള ഒരു പ്രദേശമാണിത്. സാക്ഷരതയിൽ മുൻപന്തിയിലാണെങ്കിലും ഒരു കാലത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏറെ പിന്നോക്കം നിന്നിരുന്നു. ഇന്ന് നാം വളരെയധികം മുന്നേറിയിട്ടുണ്ട്. എല്ലാ ജനങ്ങളെയും ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാം ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ മാലിന്യം നിറഞ്ഞ ചാക്കും അഴുക്കും വസ്തുക്കളും വലിച്ചെറിയുന്ന പ്രവണത കാണപ്പെടുന്നു. ശുചിത്വ ശീലങ്ങൾ നമ്മൾ ചെറുപ്പം മുതൽ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ പരിസ്ഥിതിക്ക് ആഘാതം ഏൽക്കാതെ ഈ ഭൂമി ഭാവി തലമുറയ്ക്ക് നൽകാൻ കഴിയൂ. അതിനാൽ കുട്ടികളായ ഞങ്ങൾ ചുമതലകൾ കൈമാറുന്നു. കഴിഞ്ഞ വർഷം ഹരിതസഭ നടത്തിയതിന്റെ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. ഓരോ കുട്ടികളും ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുകയും ഓരോ കുടുംബങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് വഴി മാലിന്യ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളായ നിങ്ങൾ വീടുകളിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അജൈവ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നത് പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നുള്ളത് മാതാപിതാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതാണ്. മാലിന്യ പ്രശ്നങ്ങളിൽ ഇത്രയും കാലത്ത് പ്രധാന വെല്ലുവിളി അജൈവ മാലിന്യ സംസ്കരണമായിരുന്നു. നമ്മുടെ ഹരിതകർമ്മസേന ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം ഏകദേശം 90% പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 35 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുകയും റീസൈക്കിൾ ചെയ്യുന്നതിലേക്കായി ക്ലീൻ കേരള കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് വീടാന്തരം ശേഖരിച്ച് ഇല്ല എങ്കിൽ ഇതെല്ലാം കത്തിക്കപ്പെടുകയോ ഭൂമിയിലോ നദിയിലോ വലിച്ചെറിയപ്പെടുകയോ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പരിസ്ഥിതിക്ക് ദോഷകരമായ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ തരംതിരിക്കുവാനും സൂക്ഷിക്കുവാനുമായി വാർഡുകളിൽ 36 മിനി MCF സംവിധാനങ്ങളുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരു മിനി MCF വാർഡുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഒന്നുകൂടി വാർഡുകളിൽ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ട്. പരമാവധി അജൈവ മാലിന്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വർഗതുല്യമായ
നമ്മുടെ ഈ ഭൂമി വരും തലമുറയ്ക്ക് അഭിമാനത്തോട് കൈമാറുന്നതിലേക്ക് പ്ലാസ്റ്റിക് ശേഖരണവും റീസൈക്ലിങ്ങും അനിവാര്യമാണ്. എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിലെ പ്ലാസ്റ്റിക് വൃത്തിയോടെ ശേഖരിക്കുകയും അവ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയും ചെയ്യണം. അജൈവ മാലിന്യ സംസ്കരണം. അജൈവ മാലിന്യ സംസ്കരണത്തിൽ പഞ്ചായത്ത് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും 2020-21 കാലയളവിൽ 2000 ബക്കറ്റ് കമ്പോസ്റ്റ് നൽകി. 2022-23-24 വർഷങ്ങളിലായി 690 ജീവൻ വിതരണം നടത്തി. ഓരോ കുടുംബങ്ങളും ബോധവാന്മാരായാലേ ജൈവ മാലിന്യ സംസ്കരണം നടപ്പാക്കുകയുള്ളൂ. അടുക്കള മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അവരവരുടെ പറമ്പുകളിൽ തന്നെയും അതില്ലാത്തവർ ശാസ്ത്രീയമായ കമ്പോസ്റ്റ് കിറ്റുകൾ, പൈപ്പ് കമ്പോസ്റ്റ്, ജീവൻ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചും സംസ്കരിക്കേണ്ടതാണ്. ഇതിനെല്ലാം ഓരോ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചായത്ത് പരിസരത്തെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയുള്ളൂ. ജീവി പോയിന്റ്സ്. പഞ്ചായത്തിലെ പ്രധാന ജീവി പോയിന്റ്സായ കന്നുകുഴി പാലം, പുൽപ്പടിച്ചിറ, പാലൂർപ്പടി റോഡ് തുടങ്ങിയ നമ്മൾ വൃത്തിയാക്കുകയും ഈ സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് കുറഞ്ഞിട്ടുണ്ട്. ശിക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചതിനാലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. മാലിന്യം ആരെങ്കിലും വലിച്ചെറിയുന്നത് ഫോട്ടോ എടുത്ത് നൽകിയാൽ 2500 രൂപ വരെ പഞ്ചായത്ത് പ്രതിഫലമായി നൽകി വരുന്നു. ഏകദേശം 55,000 രൂപയോളം ശിക്ഷാ നടപടികളുടെ പഞ്ചായത്തിന് പിഴയിനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കൂടി എല്ലാ ശിശുദിന കുട്ടികൾക്കും എല്ലാവരും ആശംസയും നേരുന്നു. അതുപോലെ തന്നെ ഹരിതകർമ്മങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവരും ആശംസയും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഇന്നൊരു പ്രമേഹ ദിനം കൂടിയാണ്. അതിന് എല്ലാവരും ആശംസ നൽകിക്കൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് നന്ദി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതും അവരുടെ മാറ്റങ്ങൾ പ്രവർത്തനങ്ങൾക്കും റിപ്പോർട്ടുകളായി അവതരിപ്പിക്കാനുള്ള സമയമാണ്. ഇതിനായി ഓരോ സ്കൂളിനും 7 മിനിറ്റാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാലിന്യമുക്ത കേരളത്തിന്റെ നിർമ്മിതിക്കായി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളി ജനസമക്ഷം സമർപ്പിക്കുന്ന റിപ്പോർട്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ മനുഷ്യൻ അന്യഗ്രഹത്തിൽ വീട്ടുവെക്കുന്നത് സ്വപ്നം കാണുമ്പോൾ മാനം കൊണ്ട് പരിഹരിക്കാനാവാത്ത ഉത്തരമില്ലാത്ത ഒരു വലിയ ചോദ്യമായി ഇന്നും മനുഷ്യരാശിയുടെ മുന്നിൽ നിൽക്കുകയാണ് മാലിന്യ സംസ്കരണം എന്ന പ്രശ്നം. വേസ്റ്റ് മാനേജ്മെന്റ് അഥവാ മാലിന്യ സംസ്കരണം എന്നത് മാലിന്യം ശേഖരിക്കുകയും അത് കൃത്യമായി വേർതിരിച്ച് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പ്രധാന ഉദ്ദേശം പ്രകൃതിയെയും മനുഷ്യനെയും സകല ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുക എന്നതാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകത സ്കൂളുകളിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടും ഗൗരവത്തോടും കാണേണ്ട വിഷയമാണ്. ഉത്തരവാദിത്ത ബോധവും പൗരധർമ്മവും അറിയുന്ന ഒരു തലമുറയായി വളർന്നു വരുന്നതിനുള്ള ബാലപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നത് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്. സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന ചിന്ത കുട്ടികളിൽ സ്കൂൾ കാലഘട്ടം മുതൽ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. പഠനകാലത്ത് തന്നെ കൈയോടെ കടന്നു വരുന്ന പേപ്പർ കഷ്ണമോ ഒരു പറ്റ ചോറോ എന്തുമാവട്ടെ അത് കൃത്യമായി വേർതിരിച്ച് നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ ഇടാനുള്ള ആർജവം പഠനകാലത്ത് തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. പരിസ്ഥിതി ബോധവും ഉത്തരവാദിത്ത ബോധവും വ്യക്തിശുചിത്വവും വളർത്താൻ ഇത് സഹായിക്കുന്നു. എൻ്റെ വിദ്യാലയമായ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളി മാനേജ് ബൈ അയ്യച്ചാടി കൃത്യമായും കർശനമായും മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ: 1. പരിസ്ഥിതി സംരക്ഷണം, 2. കുട്ടികളിൽ മാലിന്യജന്യ രോഗങ്ങളെ കുറിച്ചുള്ള ജാഗ്രത വളർത്തൽ, 3. പുനരുപയോഗം, 4. ശുചിത്വം ഉറപ്പാക്കൽ, 5. സാമ്പത്തിക ലാഭം, 6. മാതൃകാപരമായ പ്രവർത്തനം. ഫുഡ് വേസ്റ്റ് സംസ്കരണവും കൂടുതൽ വ്യാപ്തിയോടെയും കൃത്യതയോടെയും ചെയ്യുവാൻ പഞ്ചായത്തിന്റെ എല്ലാ സംഘടനകളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുനർവിചിന്തനത്തിനായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പറയാനായി സെന്റ് ജോൺ ഗ്ലോബൽ സ്കൂൾ പുതുപ്പള്ളിയെ ക്ഷണിക്കുന്നു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിത സമിതി അംഗങ്ങളാണ് ഞങ്ങൾ. ഞാൻ സാന്ദ്ര സുജാൽ, ഞാൻ ഏഞ്ചൽ ബീബിജു. മാലിന്യങ്ങൾ
വളരെ ഗുണകരമാണ്. സ്വന്തം വീട്ടിൽ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നത് ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ നാം വിശുദ്ധവും ശുദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. കൂടാതെ വീട്ടിലെ അടുക്കളത്തോട്ടവും മാലിന്യങ്ങളും വളമായി ഉപയോഗിച്ച് പ്രകൃതിയോട് ചേർന്ന് കൃഷി ചെയ്യാം. കൃഷി ചെയ്യുമ്പോൾ മണ്ണിനും പരിസ്ഥിതിക്കും ഭംഗിയും ആരോഗ്യവും നൽകാം. സ്വയം കൃഷി ചെയ്യുന്നതിലൂടെ ചെലവ് കുറച്ച് ഭക്ഷണ സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എങ്ങനെ ഊർജിതമാക്കാം? സംസ്ഥാനത്തിന്റെ സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് ചലനാത്മകത പകർന്നുകൊണ്ട് നടപ്പിലാക്കി വരുന്ന നൂതന സംരംഭമാണ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് വേണ്ടി ഹരിത സംരംഭകർക്ക് വേണ്ട വിഭവങ്ങളുടെ സമാഹരണം, സംരംഭകർക്ക് വേണ്ടി വരുന്ന വൈദഗ്ധ്യ പരിശീലനങ്ങൾ നൽകി ഹരിത സംരംഭകരെ സജ്ജരാക്കുക, ഹരിത ഉപകരണങ്ങൾ, ഇന്നോക്കുലം എന്നിവയുടെ സമാഹരണവും വിതരണവും, പ്രദേശത്തെ മുഴുവൻ ഉത്സവങ്ങൾ, സ്വകാര്യ സൽക്കാരങ്ങൾ, സർക്കാരിതര പരിപാടികൾ മുതലായവ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം നടത്തുന്നതിന് നേതൃത്വം നൽകും. സംരംഭങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ കണ്ടെത്തലും നടപ്പിലാക്കലും, ഹരിത സംരംഭകരെ ഘട്ടം ഘട്ടമായി മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ സർവീസിംഗ്, ജൈവ കൃഷി, ടെറസ് ഫാമിംഗ്, ഗാർഡനിംഗ്, മഴവെള്ള സംഭരണം, സോളാർ പാനലുകളുടെ സർവീസിംഗ് തുടങ്ങിയ പുതിയ പദ്ധതികൾക്ക് വേണ്ട സാങ്കേതിക പരിശീലനം നൽകും. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യാറാക്കിയ ശുചിത്വ മാലിന്യ സംസ്കരണ റിപ്പോർട്ട് ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ചെടികൾക്ക് വളമായി നൽകുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകാറുണ്ട്. ഇലപ്പൊതികൾ കഴിവതും ഒഴിവാക്കി സ്റ്റീൽ പാത്രങ്ങളിലാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. ഉപയോഗശൂന്യമായ പേനയും മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നു. സാനിറ്ററി നാപ്കിനുകൾ ഇൻസിനറേറ്ററിൽ കത്തിച്ചൊഴിവാക്കുന്നു. കൂടുതൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് സ്കൂൾ പരിസരം ഹരിതാപമാക്കുന്നു. ചെടികളുടെ പരിചരണം കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. SPCയുടെ നേതൃത്വത്തിൽ ഒഴിഞ്ഞുകിടന്ന സ്കൂൾ പറമ്പ് വൃത്തിയാക്കി വാഴകൃഷി നടത്തി. SPCയുടെ ഭാഗമായി എല്ലാ ശനിയാഴ്ചയും സ്കൂളും പരിസരവും വൃത്തിയാക്കാറുണ്ട്. പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകുവാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് A+ ഗ്രേഡോടെ ഞങ്ങളുടെ സ്കൂളിനെ ഹരിത വിദ്യാലയമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിനെ ക്ഷണിക്കുന്നു. മാലിന്യ സംസ്കരണം മനുഷ്യനും പരിസ്ഥിതിക്കും പരമാവധി ഉപദ്രവരഹിതമായി മാലിന്യങ്ങൾ അഥവാ പാഴ്വസ്തുക്കൾ ശേഖരണം, വിനിമയം, സംസ്കരണം, മേൽനോട്ടം നടത്തൽ, നീക്കം ചെയ്യൽ, പുനരുപയോഗം അല്ലെങ്കിൽ നശിപ്പിക്കൽ എന്നിവയും അവയെ യഥാവിധി കൈകാര്യം ചെയ്യുന്നതുമാണ് പാഴ്വസ്തു കൈകാര്യം അഥവാ മാലിന്യ സംസ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തന ഫലമായി ഉത്പാദിക്കപ്പെടുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ് പാഴ്വസ്തു കൈകാര്യം അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ്. മനുഷ്യന്റെ ആരോഗ്യത്തെയും അവന്റെ പരിസ്ഥിതിയെയും ഇതിന്റെ ആഘാതത്തിൽ നിന്ന് കുറയ്ക്കുക എന്നതും പാഴ്വസ്തു കൈകാര്യത്തിന്റെ ഭാഗമാണ്. കൂടാതെ പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗപ്രദമായത് വീണ്ടെടുക്കുക എന്നത് പാഴ്വസ്തു കൈകാര്യം എന്നതിന്റെ കീഴിൽ വരുന്നു. ഖരം, ദ്രാവകം, വാതകം, റേഡിയോ ആക്റ്റീവ് സംയുക്തങ്ങൾ എന്നീ പാഴ്വസ്തുക്കളുടെ വിവിധ രീതിയിലുള്ള കൈകാര്യങ്ങൾ ഈ വിഷയത്തിന് കീഴിൽ വരുന്നുണ്ട്. സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ റിപ്പോർട്ട്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് മാലിന്യ ഭീഷണി. ഭരണാധികാരികളും ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ പരിഹരിക്കാം. സ്കൂളിൽ വിവിധ സ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നു. സ്കൂളിൽ കുട്ടികളുടെ ഹരിതകർമ്മസേന രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നു. പ്ലാസ്റ്റിക്കുകൾ പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ ആവശ്യക്കാരായ കോഴി ഫാമുകൾക്കും മറ്റും നൽകുന്നു. സ്കൂൾ ക്യാമ്പുകൾ പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസായി പ്രവർത്തിക്കുന്നു. പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും നിരോധിച്ചിരിക്കുന്നു. ഒരു പച്ചക്കറി തോട്ടം നിർമ്മിച്ചു. വിവിധ
കുട്ടികൾക്ക് മാലിന്യമുക്ത കേരളം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയുണ്ടായി. ക്യാമ്പസിൽ വിവിധ തരത്തിലുള്ള പഴവർഗ്ഗ മരങ്ങളും മറ്റു മരങ്ങളും വെച്ചു പിടിപ്പിച്ചു. ഇതിനായി ഒരു ജലസേചന സംവിധാനം ഈ വർഷം സ്ഥാപിച്ചു. പഞ്ചായത്തിൽ പൊതുനിരത്തുകൾ വേസ്റ്റ് ബിന്നുകൾ പരമാവധി സ്ഥാപിക്കുന്നത് നല്ലതാണ്. റോഡുകൾക്കെല്ലാം ഓടകൾ തീർത്തു വെള്ളമൊഴുക്കാനുള്ള ക്രമീകരണം നടത്തണം. സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ പുതുപ്പള്ളിയുടെ മാലിന്യമുക്ത സമൂഹം എന്ന ആശയത്തെ മുൻനിർത്തി സ്കൂളിൽ കുട്ടികളുടെ ഹരിതസഭ രൂപീകരിച്ച് പല പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. പ്ലാസ്റ്റിക് ശേഖരിച്ച് കൃത്യമായി ഹരിതസേനയ്ക്ക് കൈമാറുന്നു. കമ്പോസ്റ്റ് കുഴി തയ്യാറാക്കി ജൈവമാലിന്യം സംസ്കരിക്കുന്നു. ആരോഗ്യമുള്ള തലമുറയ്ക്കായി പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി വരുന്നു. വിദ്യാലയത്തിലെ എല്ലാ പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നു. ഹരിത വിദ്യാലയത്തിൻ്റെ ഭാഗമായി പച്ചക്കറി തോട്ടം, പൂന്തോട്ടം എന്നിവ പരിപാലിക്കുന്നു. പാഴ്വസ്തുക്കൾ പുനരുപയോഗ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളായി തുണിച്ചവിട്ടി ബോട്ടിൽ ഉപയോഗിച്ചുള്ള ചെടിച്ചട്ടികൾ ഉണ്ടാക്കി വരുന്നു. പൊതു സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുക. മാലിന്യമുക്ത സമൂഹത്തിനായി പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ: ബോധവൽക്കരണ ക്ലാസുകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുക. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങളില്ലാത്ത സ്കൂളുകളിൽ അവ ഒരുക്കി കൊടുക്കുക. പൊതുവിടങ്ങളിൽ മാലിന്യ ശേഖരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പഴയ വസ്തുക്കൾ ശേഖരിച്ച് പുനരുപയോഗ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും പൊതുജനങ്ങൾക്ക് അതിനുള്ള ക്ലാസുകൾ നൽകുകയും ചെയ്യുക. മാലിന്യ നിക്ഷേപ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സംഘടനകളുടെ സഹകരണത്തോടെ ബോർഡുകളും ക്യാമറകളും സ്ഥാപിക്കുക. ഓടകൾ കൃത്യ ഇടവേളകളിൽ ശുചിയാക്കുക. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യുക. മലിനജലം കെട്ടിക്കിടക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കുക. റോഡുകളുടെ വശങ്ങളിൽ വളരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് മാലിന്യ നിക്ഷേപണത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക. കുട്ടികളെ പൊതുജനങ്ങളെ പ്രാദേശിക ഭരണകൂടത്തിന് ഒത്തൊരുമിച്ചുള്ള മുന്നേറ്റത്തിലൂടെ മാലിന്യമുക്ത സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അവതരിപ്പിക്കാൻ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ കുട്ടികളെ ക്ഷണിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ആദ്യം തന്നെ സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രോഗ്രാം കമ്മിറ്റിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ പുതുപ്പള്ളി വേസ്റ്റ് മാനേജ്മെന്റ് റിപ്പോർട്ട്. ഹരിതസഭ. പഞ്ചായത്ത് തലത്തിൽ ഹരിതസഭയുടെ പ്രവർത്തനം ചുറ്റുപാടുകളിൽ സുസ്ഥിര വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പങ്ക് വഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് മാലിന്യ ശേഖരണം, മലിനീകരണം, ഹരിതവാതിൽപ്പാടുകൾ എന്നിവയുടെ പ്രാധാന്യം ഉൾക്കൊള്ളാനും അവരുമായി ഇടപെടാനും അവിടം ഒരു വേദിയായി നിലകൊള്ളുന്നു. ഈ രീതിയിൽ മാലിന്യങ്ങൾക്കായി സുസ്ഥിരമായ പദ്ധതികൾ പ്രചരിപ്പിക്കുകയും പരിസ്ഥിതിയുടെ പ്രാധാന്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ പ്രദേശത്തെ നിലവിലെ മാലിന്യ നിർമ്മാർജ്ജന രീതികളെ വിലയിരുത്തുക. 2. നിലവിലുള്ള മാലിന്യ സംസ്കരണ രീതികളിലെ അത്ഭുതങ്ങളും വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് കണ്ടെത്തുക. 3. സമുദായത്തിൽ മാലിന്യ നിർമ്മാർജ്ജന രീതികളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തന യോഗ്യമായ ശുപാർശകൾ നൽകുക. സ്കൂളുകളിൽ നിലവിലുള്ള മാലിന്യ നിർമ്മാർജ്ജന രീതികൾ. സ്കൂളുകളിൽ ചുറ്റുപാടുകളുടെ പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ മാലിന്യ നിർമ്മാർജ്ജന രീതികൾ പിന്തുടരുന്നു. 1. മാലിന്യ വിഭജനം. പുനരുപയോഗ സാധനങ്ങൾ, ഇടപാട് ഭാഗങ്ങൾ, ജൈവ മാലിന്യങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക മാലിന്യ ബിന്നുകൾ സ്ഥാപിക്കുകയും പരിസര
സംരക്ഷണം, ഡ്രൈഡേ ആചരിക്കൽ, കിളിക്കുളിക്കുളം, സുഹൃത്തിനായി കറിവേപ്പ്, മഴവെള്ളം സംഭരണി, കിണർ റീചാർജിംഗ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കുട്ടികളെ ബോധ്യപ്പെടുത്തുവാനായി പ്രകൃതി നടനം, കൃഷി പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മികച്ച കർഷകനെ ആദരിക്കുകയും കുട്ടികൾ അറിവുകൾ സംഘടിപ്പിക്കുകയും മികച്ച കുട്ടി കർഷകനായി പുതുപ്പള്ളി പഞ്ചായത്ത് തിരഞ്ഞെടുത്ത എർഗാഡ് ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായ ആനന്ദ് സുധീഷിനെ ആദരിക്കുകയുണ്ടായി. ഹരിത മിഷനിൽ പുതുപ്പള്ളി കൃഷിഭവനും ആയി സഹകരിച്ച് പച്ചക്കറി കൃഷി നടത്തി വരുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിച്ച് സുഗമമായി നടത്തുന്നതോടൊപ്പം ജീവികൾ പ്രയോജനപ്പെടുത്തുന്നു. സീറോ വേസ്റ്റ് ആണ് ഗവൺമെന്റ് യു പി സ്കൂൾ എർഗാഡിന്റെ മാലിന്യ സംസ്കരണത്തിന്റെ മുദ്രാവാക്യം. സ്കൂളിലെ പ്രധാന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ. ജൈവ മാലിന്യങ്ങളിൽ പ്രധാനപ്പെട്ടത് കുട്ടികളുടെ ആഹാര അവശിഷ്ടങ്ങളാണ്. ആഹാരം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാൻ LKG ക്ലാസ് മുതൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. ആഹാര അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുവാൻ ബക്കറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നു. കൃത്യമായി ഈ ചുമതലകൾ നിർവഹിക്കുന്നതിനായി സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിനെ നിയോഗിച്ചിരിക്കുന്നു. സ്കൂളിലെ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി പച്ചക്കറികളുടെ പരിപാലനത്തിനായി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരിക്കുന്നു. സാനിറ്ററി നാപ്കിൻസിന്റെ ഡിസ്പോസ് ചെയ്യുന്നതിനായി ഇൻസിനേറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഹരിത വിദ്യാലയമായി നിലകൊള്ളുന്ന ഞാൻ സ്റ്റീൽ പ്ലേറ്റുകളും സ്റ്റീൽ ഗ്ലാസുകളും കുട്ടികൾ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യുന്നതുമാണ് മാത്രം ഉപയോഗിക്കുന്നു. ഉപയോഗത്തിന് ശേഷം പെണ്ണുകൾ നിക്ഷേപിക്കുന്നതിനായി ബോക്സുകൾ സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പച്ചക്കറി വേസ്റ്റുകൾ ജൈവവളമാക്കി മാറ്റാൻ പച്ചക്കറികൾക്കും ചെടികൾക്കും ഇടുന്നു. ഹരിതകർമ്മ സേവന അംഗങ്ങൾ സ്കൂളിലെ ജൈവ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യുന്നു. തലമുറയെ ബോധവൽക്കരണം നടത്തി പ്രകൃതി സൗഹൃദമായി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പുനരുപയോഗ സാധ്യതയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. മനുഷ്യനും പരിസ്ഥിതിക്കും പരമാവധി ഉപദ്രവകരമായ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പരിശീലിപ്പിക്കുക. മാലിന്യമുക്തമായ ഒരു നവകേരള സൃഷ്ടിക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് നിലു വിദ്യാഭ്യാസ്. ഞാൻ ജോർജ് പബ്ലിക് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ജോർജ് പബ്ലിക് സ്കൂൾ പുതുപ്പള്ളി ഹരിതസഭ വിദ്യാർത്ഥികൾ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്നു. അതിനായി എല്ലാ നിലയിലും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൂൾ പരിസരങ്ങളിൽ മാലിന്യങ്ങൾ ഇടാതിരിക്കാൻ കുട്ടികൾക്ക് പ്രത്യേക ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. ഭക്ഷണ മാലിന്യങ്ങൾ ഒഴിച്ചിടുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകുകയും ചെയ്യുന്നു. എൻ്റെ പേര് ആലിന. ഞാൻ ജോർജിയൻ പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജോർജിയൻ പബ്ലിക് സ്കൂൾ പുതുപ്പള്ളി ഹരിതകർമ്മ വിദ്യാർത്ഥികൾ പുതുപ്പള്ളി പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉപയോഗശൂന്യമായ പേനയും മറ്റു പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്ന ക്ലാസ്സുകളിലേക്ക് സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പുതുപ്പള്ളി പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവസ്ഥ
സാനിറ്ററി നാപ്കിൻസ്, ഡൈപ്പേഴ്സ് ഇവയുടെ നിർമ്മാർജ്ജനം ഇവ സംസ്കരിക്കുവാനും പൊതുജനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതും ഉള്ള കാര്യങ്ങൾ വാർഡടിസ്ഥാനത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഹരിത കർമ്മസേനയിലുള്ളവരുടെ സഹായത്താൽ ഏറ്റവും വൃത്തിയായതും ഹരിത അടുത്തതായി തലപ്പാടി LP സ്കൂളിലെ കുട്ടികളെ ക്ഷണിക്കും. ഞങ്ങൾ തലപ്പാടി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. മനുഷ്യരെ പരിസ്ഥിതിക്ക് പരമാവധി ഉപരിതലമായി മാലിന്യങ്ങൾ അഥവാ പാഴ്വസ്തുക്കളുടെ ശേഖരണം, വിനിമയം, സംസ്കരണം നടത്താൻ നീക്കം ചെയ്യുകയും ഉപയോഗം അല്ലെങ്കിൽ നശിപ്പിക്കുന്നെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നതുമാണ് പാഴ്വസ്തു കൈകാര്യം അഥവാ മാലിന്യ സംസ്കരണം എന്നതുകൊണ്ട് അർത്ഥമാണ്. UP സ്കൂൾ പുതുപ്പള്ളിയിൽ നിന്ന് കുട്ടികളുടെ ഹരിതസഭ സംസ്ഥാനത്തെക്കുറിച്ചുള്ള സാമൂഹ്യ അവബോധം സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കണമെന്ന ആശയത്തിൽ മുൻനിർത്തിക്കൊണ്ട് UP സ്കൂളിൽ കുട്ടികളുടെ ഹരിതസഭ രൂപീകരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയേറിയതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും മികച്ച ആശയങ്ങൾ ഉൾക്കൊള്ളാനും തീരുമാനിച്ചു. മാലിന്യം വലിച്ചെറിയുന്ന മുതിർന്നവരെ കുട്ടികൾ തന്നെ തടയേണ്ട വിധത്തിൽ കുട്ടികൾ അവബോധം വളർത്തിയെടുക്കാൻ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. മാലിന്യങ്ങൾ തരംതിരിച്ച് ഖരമാലിന്യത്തെ ജൈവ മാലിന്യം, അജൈവ മാലിന്യം എന്നിങ്ങനെ തരംതിരിക്കും. കമ്പോസ്റ്റിംഗ് സംവിധാനം ഉപയോഗിച്ച് ഉണങ്ങിയ ഇലകളും ഭക്ഷണാവശിഷ്ടങ്ങളും ജൈവ മാലിന്യമാണ്. മാലിന്യ സംരക്ഷണ നമസ്കാരം. MDLP സ്കൂൾ പുതുപ്പള്ളി മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും റിപ്പോർട്ട്. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ മാസവും 2 പ്രാവശ്യം ഹരിത ക്ലബ്ബ് കൂടുന്നുണ്ട്. സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിന്റെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്നു. സ്കൂളിലെ മുതിർന്ന കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ, പരിസരം എന്നിവ വൃത്തിയാക്കാൻ മറ്റുള്ള കുട്ടികളും സഹകരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഫ്രൈഡേ ആചരിക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ, മറ്റു ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്നിവ തരംതിരിച്ച് നിക്ഷേപിക്കുന്നു. PS പരിയാരം സ്കൂളിലെ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. GUPS സ്കൂൾ പരിഹാരം അവതരിപ്പിക്കുന്ന മാലിന്യ സംസ്കരണ റിപ്പോർട്ട്. ആരോഗ്യകരമായ സമൂഹത്തിന് ശുചിത്വമുള്ള പരിസരമാണ് വേണ്ടതെന്നും ശുചിത്വം ഒരു ശീലമാക്കി സ്കൂൾ കുട്ടികളിൽ മാലിന്യ സംസ്കരണ ശീലം വളർത്തുന്നതിനായി ഞങ്ങളുടെ സ്കൂളിൽ പലതരത്തിലുള്ള പദ്ധതികളും നടപ്പിലാക്കിയിരുന്നു. ജൈവ മാലിന്യത്തെ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നതിനുള്ള കമ്പോസ്റ്റുകൾ ഞങ്ങളുടെ സ്കൂൾ പരിസരത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചിടുന്നതിനുള്ള വിവിധ നിറങ്ങളോടുകൂടിയ പെന്നുകൾ ഓരോ ക്ലാസ് റൂമിനും നൽകിയിട്ടുണ്ട്. ആവർത്തിച്ചു വരുന്ന പകർച്ചവ്യാധികൾ നമ്മുടെ ശുചിത്വമില്ലായ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന്. നമസ്കാരം. എൻ്റെ പേര് ടെസ്ല. സെൻറ് ജോസഫ് ഗവൺമെൻറ് VHSS പുതുപ്പള്ളി കുട്ടികളുടെ ഹരിതസഭ റിപ്പോർട്ട്. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ് ജോസഫ് ഗവൺമെൻറ് VHSS മാലിന്യമുക്ത കേരളത്തിലെ അക്ഷയം പ്രവർത്തിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി കുട്ടികൾ
ഗ്രാമസഭയെ ലക്ഷ്യം. അതിനായുള്ള പരിശീലനം നമുക്ക് ഈ ചെറു പ്രായത്തിൽ തന്നെ സ്കൂളിൽ ലഭിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളിലും നല്ല സുരക്ഷിതവും മറ്റു വിഷയത്തിലും ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ് മുറികളിൽ സ്കൂളിൻ്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ നിലവാരം കൊണ്ട പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുപരിപാടികളിൽ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിൻ്റെ എല്ലാ സ്കൂളിൻ്റെയും റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം കുട്ടികൾ ജനപ്രതിനിധികളോടും പഞ്ചായത്ത് സെക്രട്ടറിയോടും ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഉചിതമായ ചോദ്യങ്ങളാണ്. അവർ ചോദിച്ചത് ചന്ദ്രനിൽ പോയി വീട് വെക്കാൻ വരെ പോകുന്നത്രയും നമ്മുടെ ടെക്നോളജി വളർന്നു, എന്നിട്ടും നമ്മുടെ നാട്ടിലെ മാലിന്യം നീക്കാൻ ഇതുവരെ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ട്? അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും കാട് പിടിച്ച് ആൾത്താമസമില്ലാത്ത വീടുകളെല്ലാം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അവിടെയെല്ലാം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല. അതിനെന്ത് ചെയ്യണം? അതുപോലെ പുമ്മറ്റം കാഞ്ഞിരത്തമ്മൂട് റോഡിൽ മാലിന്യത്തിൻ്റെ അതിരൂക്ഷമായ ആൾക്കാർ മുഴുവൻ അവിടെ മാലിന്യം വലിച്ചെറിയുകയാണ്. അതിനെപ്പറ്റി സ്കൂളിലെ കുട്ടികൾ ചോദിച്ചു. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അവിടെ ക്യാമറ വെക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വരും തലമുറ അതിലപ്പുറത്തെ ചോദ്യങ്ങളാണ് ഇനിയും ജനപ്രതിനിധികളോട് ചോദിക്കാൻ പോകുന്നത്. അവരുടെ കാഴ്ചപ്പാടൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. നമ്മുടെ നാടും നഗരവും എല്ലാം മാലിന്യമുക്തമാകാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചെങ്കിലേ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഈ ചെറു തലമുറയെ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത പഞ്ചായത്തിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത സ്കൂളുകൾക്കും എല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ഇവരാണ് ഇനി നമ്മുടെ നാടിനെ നയിക്കേണ്ടത്. അതിലവസാനം അവർ ചോദിച്ചു, സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് പെരിന്തൽമണ്ണ എന്ന നഗരം, അവിടെ ഒരു മാലിന്യം പോലും റോഡിലില്ല. അതുപോലെ ആക്കാൻ നമ്മുടെ നാടും അതുപോലെ ആക്കാൻ സാധിക്കത്തില്ലേ എന്നൊരു ചോദ്യം. പക്ഷേ അതിനൊക്കെ നമുക്ക് ഉത്തരങ്ങളില്ലാതാകുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിലുള്ള ഏറെക്കുറെ 90% സ്കൂളുകളിലും ഇതിൻ്റെ അകത്ത് പങ്കെടുത്തു. അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെൻറ് തോമസ് തോട്ടക്കാട്. അതുപോലെ ഇന്നിവിടെ പങ്കെടുത്ത സ്കൂളിലെ കുട്ടികളെല്ലാം അവതരിപ്പിച്ച റിപ്പോർട്ടുകളൊക്കെ നല്ല റിപ്പോർട്ടുകളാണ്. അത് മുഴുവനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് ചേർക്കാൻ സാധിച്ചില്ല സമയപരിമിതി മൂലം. പക്ഷേ അത് എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും ജനപ്രതിനിധികളും കേൾക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ മാലിന്യങ്ങൾ അവർ ഏതൊക്കെ വിധത്തിലാണ് അവർ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അവർ വിശദമായിട്ടൊരു റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കിയത്. കൊച്ചു കുട്ടികൾ വരെ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ അവരൊരു കാഴ്ചപ്പാടുണ്ട്. അതൊക്കെ വരും തലമുറ ഇനി നാളെ അവർ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തൊട്ടേ നമുക്ക് മാലിന്യങ്ങളെല്ലാം ഏതെങ്കിലും വിധത്തിൽ ഇത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു ഭാവി അവർക്കുണ്ടാകാൻ വേണ്ടിയുള്ള ഇപ്പോഴേ നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങും. അതുപോലെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ പങ്കെടുത്ത മുഴുവൻ സ്കൂളിലെ കുട്ടികൾക്കും എല്ലാവർക്കും പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. അതുപോലെ ഈ കമ്മ്യൂണിറ്റി ഹാളിലെ ഈ പ്രോഗ്രാമിന് മുഴുവൻ നേതൃത്വം കൊടുത്ത, അതുപോലെ അവർക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം വരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്ത പുതുപ്പള്ളിയിലെ ഹരിതകർമ്മ സേനയ്ക്കും അവർക്കും എത്ര അഭിനന്ദിച്ചാലും അവരെ മതിയാകത്തില്ല.